ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു സർക്കിളിൽ ഒരു സർക്കിൾ വരച്ചാൽ, ഈ ട്രയാങ്കിളിൻ്റെ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈ സർക്കിളിൻ്റെ കോഡ്സ് ആയിട്ട് വരും. അപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എനി കോഡ്, അതിൽ ഓരോ സൈഡും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഡബിൾ ദ പ്രോഡക്റ്റ് ഓഫ് ദ റേഡിയസ് ആൻഡ് സൈൻ ഓഫ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ആയിരിക്കും. അതായത് ഇവിടെ നോക്കാം, ഈ ഒരു സർക്കിൾ, ഇതിൽ ആംഗിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിളാണ്. അപ്പോൾ നമുക്ക് ഈ കോഡിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടതെങ്കിൽ 2r സൈൻ, അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ 60 ആയിരിക്കും. അതുപോലെ ഈ കോഡിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടതെങ്കിൽ 2r സൈൻ 55 ആയിരിക്കും. അതേപോലെ അടുത്ത ഈ കോഡാണ് കാണേണ്ടതെങ്കിൽ 2r സൈൻ 60 ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the figure BC 5√3 cm, angle B 50 degree, angle C 70 degree. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ, വാട്ട് ഈസ് ദ സർക്കം ഡയമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം മെഷർ ഓഫ് ആംഗിൾ എ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, 50 ഡിഗ്രി 70 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും. 180 - 50 + 70 60 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇനി നമുക്കിതിൻ്റെ സർക്കം ഡയമീറ്റർ ആണ് കാണേണ്ടത്. അതായത് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സും സർക്കിളിൻ്റെ കോഡ്സ് ആയിരിക്കും. BC എന്ന് പറയുന്നത് ഈ സർക്കിളിലൊരു കോഡായിരിക്കും. അതിൻ്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 5√3. അപ്പം ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു കോഡ് AB കണ്ടുപിടിക്കണമെങ്കിൽ ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2r, എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. സൈൻ ആ ABക്ക് ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. അതേ രീതിയിൽ AC, സൈഡ് AC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കോഡ് എന്ന് പറയുന്നത് 2r സൈൻ 50 ഡിഗ്രി ആയിരിക്കും, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഡയമീറ്റർ, സർക്കം റേഡിയസ്, അതായത് 2r ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റേഡിയസിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അത് ഡയമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡ് നോക്കാം. BCയുടെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് എഴുതി നോക്കാം. BC = 5√3 എന്ന് നമുക്കറിയാം. ഇനി BC നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇതൊരു സർക്കിളിലെ കോഡാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് BCയെ നമുക്ക് 2r സൈൻ, അതിന് ഓപ്പോസിറ്റ് വരുന്ന 60 ഡിഗ്രി ഇങ്ങനെ എഴുതാം. അത് തന്നിട്ടുണ്ട് 5√3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2r കണ്ടുപിടിക്കാം. 5√3 / സൈൻ 60 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5√3 / സൈൻ 60 എന്താണെന്ന് നമുക്കറിയാം, √3/2 ആണ്. ഈക്വൽ ടു 5√3 നമുക്ക് ഇൻറ്റു റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ √3 ക്യാൻസൽ ആവും. 5 × 2 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 2r എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ. പിന്നെ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ABയുടെ ലെങ്ത് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2r സൈൻ 70 ആയിരിക്കും. 2r എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു 10 ആണ്. അപ്പോൾ അതുകൊണ്ട് ABയുടെ ലെങ്ത് 2r സൈൻ 70. ദാറ്റ് ഈസ് ഈക്വൽ ടു 2r നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചു, ഡയമീറ്റർ ആണ്. 10 × സൈൻ 70 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 70യുടെ വാല്യൂ 0.94 ആണ്. 10 × 0.94 9.4 എന്ന് കിട്ടും. ഇനി ഇതേ രീതിയിൽ ലെങ്ത് ഓഫ് AC എങ്ങനെ കണ്ടുപിടിക്കാം? ACയുടെ ലെങ്ത് 2r സൈൻ 50 ആയിരിക്കും.
ലെങ്ത് ഓഫ് എ സി 2r സൈൻ 50, 2r എന്ന് പറയുന്നത് 10 ആണ് ഇൻറ്റു സൈൻ 50. സൈൻ 50യുടെ വാല്യൂ 0.76, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.6 സെൻറ്റിമീറ്റർ. Second question, in the figure QR is equal to 7.6 centimeter, PQ is equal to PR and angle Q is equal to 65 degree. കണ്ടുപിടിക്കേണ്ടത് what is the measure of angle P, what is the circumdiameter of triangle PQR, what is the length of PR, what is the perimeter of triangle PQR. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആർ, അതിൽ ക്യു ആർ 7.6 എന്ന് പറയുന്നുണ്ട്, അതുപോലെ പി ക്യുവും പി ആറും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്കിനി ബാക്കി ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, ഒരു ആംഗിളും ഉണ്ട്. അപ്പോൾ ബാക്കി 2 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതായത് ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും 65 തന്നെ ആയിരിക്കും. ഇനി ഇത് രണ്ടും 65 ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും. 65 പ്ലസ് 65 130 ആണ്. 180 നിന്ന് 130 മൈനസ് ചെയ്യുമ്പോൾ ആംഗിൾ പി 50 ഡിഗ്രി എന്ന് കിട്ടും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആംഗിൾ പി കണ്ടുപിടിക്കാനായിരുന്നു. ഇനി നമുക്ക് നേരത്തെ പോലെ സർക്കം ഡയമീറ്റർ കണ്ടുപിടിക്കാം. അതായത് ഇതൊരു ഇവിടെ സർക്കം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കോഡ് അല്ലെങ്കിൽ ക്യു ആർ ഇസ് ഈക്വൽ ടു 2r സൈൻ 50 ആയിരിക്കും. അതായത് ക്യു ആർ എന്ന് പറയുന്നത് 2r സൈൻ 50 ആണ്. അതായത് അത് എന്താണെന്ന് തന്നിട്ടുണ്ട്, 7.6, 2r സൈൻ 50 7.6 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 2r കണ്ടുപിടിക്കാം. 7.6 ഡിവൈഡഡ് ബൈ സൈൻ 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.6 ഡിവൈഡഡ് ബൈ സൈൻ 50യുടെ വാല്യൂ 0.76. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 7.6 ബൈ 0.76 നമുക്ക് 100 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ 760, താഴെ 76, 10 എന്ന് കിട്ടും. 10 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് പി ആറിൻ്റെ ലെങ്ത് ആണ്. ഇനി നമുക്ക് പി ആറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയും. 2r സൈൻ 65 ആണ്. 2r നമ്മൾ കണ്ടുപിടിച്ചു, 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 ഇൻറ്റു സൈൻ 65 കാണുമ്പോൾ പി ആറിൻ്റെ ലെങ്ത് കിട്ടും. പി ആർ ഇസ്ക്വൽ ടു 2r സൈൻ 65. 2r എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, 10 ആണ്. സൈൻ 65 എന്ന് പറയുന്നത് 0.91. ഇറ്റ് ഈസ് ഈക്വൽ ടു 9.1 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 3 സൈഡും ആഡ് ചെയ്യുന്നതാണ്. ഇതിൽ ഒരു സൈഡ് നമുക്കുണ്ട്. പി ആർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 9.1 ആണ്. പി ക്യു നമുക്കറിയാം, ഈ 2 സൈഡ്സും ഈക്വൽ ആണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് ഇതും 9.1 ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. 3 ലെങ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ പെരിമീറ്റർ കിട്ടും 25.8 സെൻറ്റിമീറ്റർ. Third question. In the figure, xz equal to 4 root 2 centimeter, angle x is equal to 60 degree, angle z is 75 degree. What is the measure of angle y? What is the circumdiameter of triangle xyz? What is the length of xy? What is the length of yz? അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ് സെഡ് 4 റൂട്ട് 2 ആണ്. 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ വൈ ആണ്. ആംഗിൾ വൈ ഈക്വൽ ടു 60 പ്ലസ് 75 ആഡ് ചെയ്തിട്ട് 180 എന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 45 എന്ന് കിട്ടും. 45 ഡിഗ്രി. ഇനി നമുക്ക് നേരത്തെ പോലെ ഇതിൻ്റെ സർക്കം ഡയമീറ്റർ കണ്ടുപിടിക്കാം. അതായത് സർക്കം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് 2r സൈൻ 45 ആയിരിക്കും. 2r സൈൻ 45 എന്ന് പറയുന്നത് 4 റൂട്ട് 2 ആയിരിക്കും. 2r സൈൻ 45 1/√2 ആണ്, ഈക്വൽ ടു 4 റൂട്ട് 2. ഇതിൽ നിന്ന് നമുക്ക് 2r കണ്ടുപിടിക്കാം. 4 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആണ്. അപ്പോൾ 8. അതായത് ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും.
ഇനി കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈയുടെ ലെങ്ത് ആണ്. എക്സ് വൈയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2r sin 75 ആണ്. 2r നമുക്ക് 8 കിട്ടി. അപ്പോൾ 8 ഇൻറ്റു സൈൻ 75 കാണുമ്പോൾ എക്സ് വൈ കിട്ടും. എക്സ് വൈ ഈസ് 2r sin 75. 8 ഇൻറ്റു സൈൻ 75ൻ്റെ വാല്യൂ 0.96. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.68 സെൻറ്റിമീറ്റർ. അടുത്ത് നമുക്ക് കാണേണ്ടത് വൈ ഇസഡ് ആണ്. വൈ ഇസഡ് എന്ന് പറയുന്നത് 2r sin 60 ആയിരിക്കും. വൈ ഇസഡ് ഈസ് 2r sin 60. 2r 8 ആണ്, sin 60 √3/2. ദാറ്റ് ഈസ് 4√3 എന്ന് കിട്ടും. √3യുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1.732 ആണ്. 1.73 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.92 എന്ന് കിട്ടും. Fourth question. In the figure, radius of the circle is 5 cm. Angle BCD is equal to 110 degree and AB is equal to AD. What is the measure of angle BAD? What is the length of BD? What is the measure of angle ABD? What is the length of AB? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടെ ആംഗിൾ 110 ആണ്. നമുക്ക് ആംഗിൾ BAD കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ ആയതുകൊണ്ട് അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ ആയിരിക്കും. നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇത് 70 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ABയും ADയും ഈക്വൽ ആണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഇവിടെയും ഈ രണ്ട് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. 180 - 70 110. അതിൻ്റെ ഹാഫ് ആയിരിക്കും. 50 ഡിഗ്രി വീതമായിരിക്കും, 55 ഡിഗ്രി വീതമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ആംഗിൾസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് BDയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. BDയുടെ ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ പോലെ 2r sin 70 ആയിരിക്കും. 2r sin 70 ആയിരിക്കും. 2r റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2r 10 ആയിരിക്കും ഇൻറ്റു സൈൻ 70. സൈൻ 70യുടെ വാല്യൂ 0.94 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും BDയുടെ ലെങ്ത്. ഇനി അടുത്തത് ആംഗിൾ ABD കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. 55 ആണ്. ഇതും 55 ആണ്. ഇനി അടുത്ത ABയുടെ ലെങ്ത്. ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. AB ഈസ് ഈക്വൽ ടു 2r സൈൻ അതിന് ഓപ്പോസിറ്റ് വരുന്ന 55 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 55 0.82. That is equal to 8.2 centimeter.